ആൻഡ് ഇന്ന് റെഡ് കാർപ്പറ്റിൽ നമ്മുടെ കൂടെ അതിഥിയായിട്ട് വന്നിരിക്കുന്നത് ലാളിത്യമാർന്ന അഭിനയം കൊണ്ട് മലയാളി പ്രേക്ഷകരുടെ മനസ്സ് കവർന്ന നമ്മുടെ പ്രിയങ്കരിയായ നായിക മേനക ചേച്ചി. മേനക ചേച്ചി, വെൽക്കം ടു റെഡ് കാർപ്പറ്റ്. നമസ്കാരം. വളരെയധികം ഒരു നിഷ്കളങ്കമായ മുഖം, ചിരി, നടത്തം, അങ്ങനെയൊക്കെയാണ് മേനക ചേച്ചിയുടെ സിനിമകളിലൂടെ നമ്മൾ കണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു മേനക ചേച്ചിയെ മലയാള സിനിമയിലേക്ക് കടന്നു വന്നത്, ആദ്യത്തെ ആ സിനിമ, അതിലെ വിശേഷങ്ങൾ, അതൊക്കെയാണ് നമുക്ക് ഇന്ന് പ്രേക്ഷകരോട് പറയേണ്ടത്. എൻ്റെ ആദ്യത്തെ തമിഴ് പടം പാട്ടിൻ്റെ സീന് നമ്മുടെ ചെന്നൈയിൽ വിജയ ഗാർഡനിൽ വെച്ചിട്ട് ഷൂട്ട് ചെയ്യുമായിരുന്നു. ഞാനും പുതിയ ഹീറോയിനാണ്, എൻ്റെ കൂടെ അഭിനയിക്കുന്ന ഒരു പയ്യനും പുതിയ പയ്യനാണ്. അവിടെ ചെന്ന് ഞങ്ങൾ രണ്ടുപേരും പാട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പം ഡ്യുവേറ്റായിരുന്നു. അന്ന് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ ചെന്നപ്പം വൈകുന്നേരം KG ജോർജ് സാറും പ്രൊഡ്യൂസർ ഫിലിപ്പ് സാറും കൂടെ അവിടെ എന്നെ കാണാനായിട്ട് വന്നു, ഒരു മലയാള പടത്തിന് ബുക്ക് ചെയ്യാനായിട്ട്. അതാണ് കോലങ്ങൾ. ഞങ്ങൾക്ക് മലയാളവുമായിട്ട് ഒരു ബന്ധവും ഇല്ല, ഈ പടം റിലീസായിട്ട് പോലും ഇല്ല. നിങ്ങൾ എങ്ങനെ ഇങ്ങനെ വന്നു? എൻ്റെ അച്ഛനും ചോദിച്ചു, ഞങ്ങളൊക്കെ ചോദിച്ചപ്പം അദ്ദേഹം ജോർജ് സാർ പറഞ്ഞത് ശ്രീവിദ്യാമ്മ പറഞ്ഞിട്ടാണ് ഞങ്ങൾ മേനകയെ കാണാൻ വന്നു എന്ന് പറഞ്ഞു. വിദ്യാമ്മയുടെയും സത്താർ സാറിൻ്റെയും ഷൂട്ടിംഗ് അവിടെ വേറൊരു ഭാഗത്ത് നടക്കുകയായിരുന്നു. അപ്പൊ വിദ്യാമ്മ എന്നെ അവിടെ നിന്ന് എന്നെ ശ്രദ്ധിച്ചു പോലും, എൻ്റെ മൂമെന്റ്സ്, എൻ്റെ സോങ്ങിന്റെ എക്സ്പ്രഷൻസ്, ഇതെല്ലാം അവിടെ നിന്ന് അമ്മ അങ്ങനെ ശ്രദ്ധിച്ചിരിക്കുന്നു വിദ്യാ ചേച്ചി. എന്നിട്ട് അവർ പറഞ്ഞത്, ജോർജ് സാറിൻ്റെ അടുത്ത് പറഞ്ഞത്, ഇങ്ങനെ ഒരു നിന്റെ പടത്തിനൊരു ഹീറോയിൻ അന്വേഷിക്കുന്നില്ല, ഞാനിങ്ങനെ ഒരു കുട്ടിയെ ഞാൻ ഗാർഡനിൽ വെച്ച് കണ്ടായിരുന്നു, എനിക്കെന്തോ ആ കുട്ടി നന്നായിട്ട് വരും എന്ന് എൻ്റെ മനസ്സിൽ തോന്നുന്നു, നീ പോയി ബുക്ക് ചെയ്യൂ എന്ന് വിദ്യാമ്മ പറഞ്ഞതായിട്ടാണ് ജോർജ് സാർ. അങ്ങനെയാണ് ഞങ്ങള് കോലങ്ങളാണ് ഞാൻ ആദ്യം അഭിനയിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ തമിഴ് പടങ്ങളായിരുന്നു, പിന്നെ കുറെ തമിഴ് പടങ്ങൾ. അത് മൂന്നാമത്തെ പടം ഞാൻ അഭിനയിച്ചതും സാവിത്രി എന്നുള്ള മലയാളം പ്രയാണത്തിന്റെ റീമേക്കാണ്. അത് ഭരതൻ സാറാണ് അതിന്റെ ഡയറക്ഷൻ. അതിൽ അഭിനയിച്ചപ്പം ഞാൻ എൻ്റെ ഡബ്ബിങ് ഞാൻ ചെയ്തോണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് പ്രതാപ് പോത്തൻ ഉള്ളിന്ന് അകത്തേക്ക്, ഹായ് മേനക, ഐ എം പ്രതാപ് പോത്തൻ, കൺഗ്രാറ്റുലേഷൻസ്, സേതുമാധവൻ സാറിന്റെ അടുത്ത പടത്തിൽ നീയാണ് ഹീറോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അങ്ങനെ പോയി. അത് കഴിഞ്ഞ് പിന്നെ സേതുമാധവൻ സാറും പ്രൊഡ്യൂസറും കൂടെ ബുക്ക് ചെയ്യാനായിട്ട് വന്നു. ഞങ്ങളിങ്ങനെ വേണ്ടെന്ന് പറഞ്ഞാണ് സാറിൻ്റെ അടുത്ത് പറഞ്ഞത്. സാറും പിന്നെ ശരി എന്നാ പിന്നെ കാണാം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി. അദ്ദേഹം ഇറങ്ങിപ്പോയി ഒരു മിനിറ്റ് എൻ്റെ ആദ്യത്തെ ഡയറക്ടർ അഴകപ്പൻ സാർ, എനിക്ക് മേനക എന്ന് പേര് വെച്ച് അദ്ദേഹം വന്ന് ഇപ്പൊ വന്നിട്ട് പോയത് KS സേതുമാധവൻ സാർ അല്ലേ എന്ന് പറഞ്ഞു. അത് എന്തിനാ വന്നതെന്ന് ചോദിച്ചു. ഞാൻ ഇങ്ങനെ ഏതോ ഒരു മലയാള പടത്തിന് എനിക്കൊന്നും വേണ്ട എന്നൊക്കെ. എന്നെ കുറേ വഴക്ക്. ഞാൻ പറഞ്ഞു, ഇദ്ദേഹത്തിനൊക്കെ ഒന്ന് കാണാൻ കിട്ടുമോന്ന് ഞാനൊക്കെ ഇരിക്കുകയാണ്, നീ എന്നിട്ട് ഇങ്ങനെയാണ് പറയുന്നത്. എനിക്കറിയില്ല, ഒന്നാമത്തെ ആ ഒരു പടം ചെയ്തിട്ട് എനിക്ക് മലയാളം ഭയങ്കര കഷ്ടമാണ്, എനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്നെ പറഞ്ഞു, എനിക്കറിയില്ല, നീ വർക്ക് ചെയ്യണം, ഇതിൽ വർക്ക് ചെയ്തെങ്കിൽ പിന്നെ ഞാൻ മിണ്ടൂല എന്ന് പറഞ്ഞു. എന്നെ ഭയങ്കരമായിട്ട് ഇത് ചെയ്ത് ഇപ്പൊ തന്നെ പോ. അങ്ങനെ ഞാൻ AVM C തിയേറ്ററിൽ പോവായിരുന്നു. അപ്പം ഞാൻ ചെന്നപ്പം അവരൊക്കെ അകത്തിരിക്കുകയാണ്. അപ്പൊ ഏറ്റുമാനൂർ അമ്പലത്തിൽ പാട്ട് ജാനകി അമ്മ അകത്ത് റെക്കോർഡിങ് നടക്കുകയാണ്. എനിക്കറിയില്ല ഇത് എനിക്കാണ് ഈ പാട്ട് വരാൻ പോണെന്നുള്ളത്. അപ്പൊ സാർ വെളിയിൽ വന്നു. സാർ വെളിയിൽ എന്താ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഞാൻ അഭിനയിക്കാം സാർ, ഞാൻ ആക്ട് പண்றேன் സാർ. இப்ப என்னாச்சு திடீர்னு, என்னாச்சு இந்த கேப்புக்குள்ள? இல்லை, என்னோட ஃபர்ஸ்ட் டைரக்டர், தமிழ் டைரக்டர் வந்து என்னை கண்ணா பின்னான்னு திட்டாங்க, அதனால நான் ஆக்ட் பண்றேன், அதுக்காக தான் ஆக்ட் பண்றேன். ஆமா, என்னை ரொம்ப திட்டாங்க. நீங்க നാളെ நம்ம ഡയറക്ടറാമേ പടത്തിനോട്. ശരി വാ, ഓക്കെ, അപ്പൊ നാളെ വീട്ടിൽ വാ, സീൻസ് ഒക്കെ എഴുതാം. അപ്പൊ എല്ലാ സീൻസും എൻ്റെ അമ്മയാണ് തമിഴിൽ എഴുതിയത്. 101 സീൻ കണ്ടുകൊണ്ട് അതിൽ 100 സീനിലും മിക്കവാറും ഞാനുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ എല്ലാത്തിലും തമിഴിൽ എഴുതി. അങ്ങനെ അദ്ദേഹം എന്നെ ആദ്യമായിട്ട് മറ്റേ ഓപ്പോൾ എന്നുള്ളൊരു പടത്തിന് ബുക്ക് ചെയ്തു. അങ്ങനെ ബ്ലാങ്ക് ആയിട്ടാണ് ഞാൻ അവിടെ സെറ്റിൽ പോയത്. ഞാൻ ആ പടത്തിൽ ഒരു ഓപ്പോളെന്ന് ഇന്നും എന്നെ എല്ലാവരും വിളിക്കുന്നു എന്നുണ്ടെങ്കിൽ, അതിനെക്കുറിച്ച് ഇപ്പോഴും അതിനെക്കുറിച്ച് ഇത്രയും ഇതായിട്ട് പറയുന്നു എന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് മുഴുവനും സാറിന് മാത്രമാണ്. എന്തായാലും അടിപൊളി ചേച്ചി, നല്ലൊരു വിശേഷം നമ്മുടെ പ്രേക്ഷകരായിട്ട് ഷെയർ ചെയ്തതിൽ. ഇന്നത്തെ എപ്പിസോഡിൽ ആരാണ്, ഏത് പ്രതിഭയാണ് വരാൻ പോകുന്നതെന്ന് അറിയാനുള്ള ഒരു സമയമാണ്. നമുക്ക് ആ വിഷ്വൽ ഒന്ന് കണ്ടോളാം. ഹായ്, ഞാൻ നീരജ. ഞാൻ എറണാകുളം നോർത്ത് പറമ്പിൽ നിന്ന് വരുന്നു. വയലിൻ ഞാൻ 10 വർഷമായിട്ട് പഠിക്കുന്നു. ഞാനിപ്പോൾ നെടുമങ്ങാട് ശിവാനന്ദൻ സാറിൻ്റെ ശിഷ്യയാണ്. പാട്ട് ഞാൻ 10 വയസ്സ് മുതലാണ് പഠിച്ചിരിക്കുന്നത്. 4 വർഷം ഞാൻ പാട്ട് പഠിച്ചിട്ടുള്ളൂ. എത്രയോ ജന്മമായി നിന്നെ ഞാൻ
ഇതാണ് എൻ്റെ അമ്മ. അമ്മയുടെ പേര് സിമി. അമ്മ KSRTCയുടെ ഓഫീസിൽ വർക്ക് ചെയ്യാണ്. അമ്മ വയലിൻ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്ന ആളാണ്. അമ്മ പാട്ട് പഠിച്ചിട്ടുണ്ട്, പാട്ട് പാടിയിരുന്ന ആളാണ്. അമ്മയാണ് എൻ്റെ ഗുരു വയലിനിൽ ആദ്യം. അതിനുശേഷമാണ് ഞാൻ ശിവാനന്ദൻ സാറിൻ്റെ ശിഷ്യയായിട്ട് ഇപ്പോൾ വയലിൻ തുടർന്ന് പഠിക്കുന്നത്. അച്ഛൻ 6 വർഷം മുമ്പ് മരിച്ചു. അതിനുശേഷം അമ്മയാണ് എൻ്റെ എല്ലാ സപ്പോർട്ടും തന്ന് കൂടെ നിൽക്കുന്നത്. എന്തെങ്കിലും പ്രോഗ്രാംസും അല്ലെങ്കിൽ കോമ്പറ്റീഷൻസൊക്കെ ഉണ്ടെങ്കിൽ അമ്മ എപ്പോഴും കൂടെ വരും. പിന്നെ സോങ് സെലക്ഷനൊക്കെ ഞങ്ങൾ ഒരുമിച്ചാണ്. ഈ റെഡ് കാർപ്പറ്റ് എന്ന ഇത്രയും വലിയൊരു പ്രോഗ്രാമിൽ എനിക്ക് അവസരം നൽകിയതിന് ഇതിൻ്റെ അണിയർ പ്രവർത്തകരോട് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഓക്കെ, സോ റെഡ് കാർപ്പറ്റിൽ പാട്ടും വയലിനും ഒക്കെ ആയിട്ട് അങ്ങ് അടിച്ചു പൊളിക്കാൻ പോവാണ്. നമുക്ക് എന്തായാലും വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം നീരജ. നീരജ 7ാം ക്ലാസ് പഠിക്കുകയാണോ? ഞാൻ ആർക്കിടെക്ചർ സെക്കൻഡ് ഇയറിൽ പഠിക്കുന്നു. കണ്ട പക്ഷെ 7ൽ 8ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയെ പോലെയാണ് ഇരിക്കുന്നത്. അപ്പൊ പറയൂ നീരജയുടെ സംഗീത വിശേഷങ്ങൾ പറയൂ. ഒരു സിംഗറാണ്, ഒപ്പം വയലിൻ നന്നായിട്ട് വായിക്കും. സോ എന്താണ് ഈ ഒരു സംഗീത വിശേഷം, ആ ജീവിതത്തെ കുറിച്ച് പറയും. ഞാൻ 10 വർഷമായിട്ട് ഈസ്റ്റേൺ വയലിൻ പഠിക്കുന്നുണ്ട്. അമ്മയാണ് എൻ്റെ ആദ്യത്തെ ഗുരു. 5 വർഷം അമ്മയാണ് പഠിപ്പിച്ചത്. അതിനുശേഷം ഇപ്പോൾ ഞാൻ 5 വർഷമായിട്ട് നെടുമങ്ങാട് ശിവാനന്ദൻ സാറിന് ശിഷ്യയാണ്. യെസ്, നമുക്ക് കൂടെ വന്നിരിക്കുന്ന ആരാണ്? കൂടെ അമ്മ വന്നിട്ടുണ്ട്, പിന്നെ എൻ്റെ ഫ്രണ്ട് ഐസക്കാണ് എനിക്ക് മെയിനായിട്ടും ട്രാക്കൊക്കെ ചെയ്തു തരാറ്. ഞങ്ങൾ ഒരുമിച്ച് കവർ സോങ്സ് ഒക്കെ ചെയ്യാറുണ്ട്. പിന്നെ ഐസക്കിൻ്റെ ഫ്രണ്ട് ഷോയൽ. അമ്മ നമസ്കാരം, എല്ലാവർക്കും റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. അപ്പോൾ അമ്മയാണ് എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതെന്നാണ് നീരജ പറഞ്ഞത്. അമ്മയുടെ ഒരു കുഞ്ഞിലെ മുതൽ എന്തെങ്കിലും സംഗീതമായിട്ട് റിലേറ്റഡ് ആയിരുന്നോ ലൈഫ്? സംഗീതം പഠിച്ചിട്ടുണ്ട്, പിന്നെ വയലിൻ കച്ചേരി നടത്താറുണ്ട്. അപ്പോൾ അവൾക്ക് ടേസ്റ്റ് ഉണ്ടെന്ന് കണ്ടപ്പോൾ അങ്ങനെ പ്രോത്സാഹിപ്പിച്ചു. ആൻഡ് മേനക ചേച്ചിയുടെ അടുത്ത് എന്താ പറയാനുള്ളത്? ഈ മേനക ചേച്ചിയും അതുപോലെ നീരജയുടെ അമ്മയും തമ്മിലേ എന്തോ ഒരു ആത്മബന്ധം ഉള്ള പോലെ എനിക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു തോന്നൽ ചേച്ചി. എന്താണ്? മേനക ചേച്ചിയുടെ ഹസ്ബൻഡ് സുരേഷ് ഏട്ടൻ്റെ കസിൻ മനോജ്. മനോജിന്റെ വൈഫ് എൻ്റെ സിസ്റ്റർ ഇൻ ലോ ആണ്. ഓ അത് ശരി. മോളുടെ പെർഫോമൻസ് ഗ്രൂപ്പിലൊക്കെ ഇടാറുണ്ട്. ശരിയാണ്, വാട്സാപ്പിലൊക്കെ ഇടാറുള്ളതാണ്. അതാണ്. ഞാൻ എന്നിട്ട് ഒരു നല്ല ഭംഗിയുണ്ട്, നല്ല നല്ല രസമുണ്ടെന്ന് ഒരു റിപ്ലൈ അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് സ്ക്രീൻഷോട്ട് ഒരിക്കൽ ഇതാണ് ഞാൻ പറഞ്ഞത്. റെഡ് കാർപ്പറ്റിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പല പല അപൂർവ നിമിഷങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാന്ന് പറയുന്നത് ഇതാണ്. താങ്ക് യു. അപ്പൊ നേരിട്ട് കണ്ടു. അന്ന് ഞാൻ വാട്സാപ്പിൽ കൂടെയാണ് മോളുടെ പാട്ട് കേട്ടത്, അല്ല വയലിൻ കേട്ടത്. ഇപ്പൊ നേരിട്ട് കാണാൻ പോവുകയല്ലേ. നേരിട്ട് പാട്ടും വയലിനും ഒക്കെ നമ്മൾ കുറച്ചു നേരം അടിച്ചു പൊളിക്കാൻ പോവാണ്. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് നിങ്ങളുടെ ഈ ഫ്രണ്ടിനെ കുറിച്ചിട്ട്? മിടുക്കിയാണോ ആള്? മിടുക്കിയാണ്. സത്യത്തിൽ എന്റെ സ്കൂൾ സീനിയർ ആയിരുന്നു. സീനിയർ ആണോ? ഈ കുട്ടിയെ കണ്ട അങ്ങനെ തോന്നില്ല കേട്ടോ. പക്ഷെ ഞങ്ങൾ പ്രോഗ്രാം ഒക്കെ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ട് ഞങ്ങൾ നടന്നൊന്നുമില്ല. അന്ന് ഫ്ലഡ് ഒക്കെ വന്നിട്ട് ഞങ്ങൾക്ക് പ്രോഗ്രാംസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. എന്നിട്ട് പിന്നെ ഞങ്ങൾ ഇങ്ങനെ യൂട്യൂബിൽ സോങ്സ് ചെയ്യാന്ന് പറഞ്ഞ് അങ്ങനെ ഒരു 2 സോങ്സ് ഞങ്ങൾ ഒരുമിച്ച് ചെയ്തു. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ ഒരു മ്യൂസിക് ജേർണി, ഫ്രണ്ട്ഷിപ്പ് ഒക്കെ പോകുന്നത് അല്ലേ? അപ്പൊ നിങ്ങളും റെഡ് കാർപ്പറ്റിൽ സപ്പോർട്ട് ചെയ്യാൻ വന്നതിൽ ഒരുപാട് സന്തോഷം.